ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വരുന്ന വാർത്ത അത്ര സുഖകരമായിട്ട് ഒന്നല്ല. കാരണം പാകിസ്ഥാനിൽ അമേരിക്കൻ മറൈനുകൾ, അതായത് US മറൈനുകൾ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. ഇസ്ലാമാബാദിൽ US കോൺസുലേറ്റ് തീയിട്ടു. ഒപ്പം തന്നെ UN കോൺസുലേറ്റ് ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇവരെ പിരിച്ചുവിടാൻ നടത്തിയ വെടിവെപ്പിൽ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. 12ഓളം പേർ മറ്റ് സംഘർഷങ്ങളും കൊല്ലപ്പെട്ടിരിക്കുന്നു. നാൾക്ക് നാൾ ഈ സംഘർഷവും കലാപവും വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കറാച്ചിയിൽ ഈ US കോൺസുലേറ്റ് ആക്രമിക്കാനെത്തിയ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി US മറൈനുകൾ വെടിവെപ്പ് നടത്തിയിരിക്കുന്നു. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇതോടുകൂടി പ്രക്ഷോഭം മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അമേരിക്കയുടെ സൈന്യം, US മറൈനുകൾ പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് പാകിസ്ഥാൻകാരെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നു എന്നൊരു വലിയ ആരോപണവും ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പോലും, അതായത് ഈ ഷിയകൾക്കൊപ്പം നിൽക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ പോലും രംഗത്തെത്തുന്ന ഒരു കാഴ്ച പാകിസ്ഥാനെ സംബന്ധിച്ച് അത് അല്പം നാണക്കേട് വരുത്തി വെക്കുന്ന കാര്യവുമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു രാജ്യത്തിന് എംബസി തുറക്കാൻ അനുവദിക്കുക, പിന്നീട് ആ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ ആ രാജ്യം തന്നെ, എംബസി തുറന്ന രാജ്യം തന്നെ അവരുടെ സ്വയരക്ഷയ്ക്കോ മറ്റോ വെടിവെക്കുന്ന ഒരു തരത്തിലേക്ക് പോകുമ്പോഴും അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ സുരക്ഷിതമില്ലായ്മ മാത്രമല്ല കാണിക്കുന്നത്, അത് എത്രത്തോളം കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പാകിസ്ഥാനിലെ ജനം അത് മറ്റൊരു തരത്തിലാണ് അത് എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അവിടെ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രതിഷേധം, നേരത്തെ തന്നെ ഈ ഖമേനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെയായിരുന്നു പ്രതിഷേധമെങ്കിൽ അത് കൂടുതൽ കടുപ്പിച്ച നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഏതായാലും കറാച്ചിയിലെ ഈ മറൈനുകളുടെ വെടിവെപ്പിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്നോ എത്ര പേർക്ക് പരിക്ക് പറ്റിയെന്നുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാൻ ഇത് മൂടിവെക്കാൻ ശ്രമിക്കുകയോ ഇല്ലെങ്കിൽ അത്തരത്തിൽ വെടിവെപ്പിൽ ആരും മരിച്ചില്ല എന്ന് പറയാനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.